നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കൂടൽ സ്വദേശിയായ വിമുക്ത ഭടനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. കോന്നി സ്വദേശി പീലി രാജൻ എന്ന ശിവാനന്ദനാണ് പിടിയിലായത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്ന് പോലീസ്. പത്തനാപുരം പുതുവലിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. തെന്മലയിൽ വനത്തിലെ തൊഴിലുറപ്പ് ജോലികൾ സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ജോലി നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കൂടൽ സ്വദേശിയായ വിമുക്ത ഭടനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. കോന്നി സ്വദേശി പീലി രാജൻ എന്ന ശിവാനന്ദനെയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്ന് പോലീസ്. കോന്നി മുറിഞ്ഞകൽ കൊല്ലൻപടി മുരിപ്പേൽ പുത്തൻ വീട്ടിൽ പീലി രാജൻ എന്ന 38-കാരനായ ശിവാനന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടൽ നെടുമൺകാവ് സ്വദേശി ജോർജ് എന്ന 78-കാരനെയാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പത്തനാപുരം ടൌണിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കടവരാന്തയിൽ വിശ്രമിക്കുകയായിരുന്ന വൃദ്ധനെ ബന്ധുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയി. തുടർന്ന് കടക്കാമൺ വനാതിർത്തിയിൽ വിജനമായ സ്ഥലത്തെത്തിച്ച് പണവും മറ്റും കവരുകയായിരുന്നു. തുടർന്ന് അവശനിലയിലായ വൃദ്ധനെ അപായപ്പെടുത്തി. മരിച്ചുവെന്ന് കരുതി പ്രതികൾ വൃദ്ധനെ വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടുവെന്നാണ് കേസ്. വനത്തിൽ വിറകുശേഖരിക്കാൻ വന്ന സ്ത്രീകളാണ് അത്യാസന്ന നിലയിലായ ജോർജിനെ ആശുപത്രിയിലെത്തിച്ചത്. 8000 രൂപയും വാച്ചും പ്രതികൾ തട്ടിയെടുത്തിരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തു. പന്തളം സ്വദേശി ഷെഫീഖ്, പത്തനാപുരം സ്വദേശി അനീഷ് എന്നിവരെയാണ് പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം മുഖ്യപ്രതിയായ ഇയാൾ നാടുവിട്ടു. കോന്നി കൊല്ലൻപടിയിലുള്ള വീട്ടിലെത്തിയതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. പത്തനാപുരം എസ്ഐ ഷുക്കൂർ, എഎസ്ഐ വസന്തൻ, വിജയൻ ബാബു എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി. അവിടെ കുത്തിയിരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഈ അനീഷ്, ഷെഫീഖ്, പിന്നെ ഈ ശിവാനന്ദൻ കൂടെ ചേർന്ന് അയാളെ ഒരു ഓട്ടോയിൽ കയറ്റി അവിടെ നിന്നും ഇയാളെ കൊണ്ട് പുന്നലയിലുള്ള പൂവാലിക്കുഴി എന്ന സ്ഥലത്ത് പിന്നെ ലുക്കാലിക്കൂപ്പി കൊണ്ട് ചെന്നിട്ട് അയാളെ കയ്യിൽ നിന്ന 8200 രൂപയും കയ്യിൽ കിടന്ന ഒരു റിസ്റ്റ് വാച്ചും ഇയാൾ ത്രിവേണി മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ കൊണ്ടുവന്ന റേഷൻ കാർഡ് ഉൾപ്പെടെ ഇവർ ലുക്കാലിക്കൂപ്പി വെച്ച് ഇയാളെ ഇത് പിടിച്ചു പറിച്ചിട്ട് അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ ഓട്ടോയിൽ കയറി പോയി. അയാളവിടെ കിടന്ന് ബോധം തെളിഞ്ഞ് നോക്കിയപ്പം വനത്തിനകത്ത് കിടന്ന് യാതൊരുവിധമായ ദിക്കോ ദിശയോ അറിയാൻ പറ്റാതെ അവിടെ നിന്ന് വിളിച്ചു പോയപ്പോൾ അതിൻ്റെ അപ്പുറത്തെ റോഡിൽ കൂടി പോയ ആൾക്കാർ കൂടി അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അയാളെ ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിത്തിട്ട വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പോളിംഗ് സമാധാനപരമായിരുന്നു. 2 കേന്ദ്രങ്ങളിലായി 74% പോളിംഗ് രേഖപ്പെടുത്തി. നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗം ജേക്കബ് പാവനാലിന് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥിയായി സേവ്യർ ഘടകംപള്ളിയും LDF സ്ഥാനാർത്ഥിയായി ബോസ് പുന്നൂസും BJP സ്ഥാനാർത്ഥിയായി R മുരുകനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജേക്കബ് ജോർജും ജനവിധി തേടി. LDFലെയും UDFലെയും സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കേരള കോൺഗ്രസ് എം നേതാവാണ് UDF സ്ഥാനാർത്ഥി സേവ്യർ ഘടകംപള്ളി. LDF സ്ഥാനാർത്ഥി ബോസ് പുന്നൂസ് CPM പ്രതിനിധിയാണ്. പാണ്ടിത്തിട്ട NSS കരയോഗ മന്ദിരത്തിലും പാണ്ടിത്തിട്ട സർക്കാർ LP സ്കൂളിലുമായിരുന്നു വോട്ടെടുപ്പ്. CPM ഏരിയ സെക്രട്ടറി B അജയകുമാർ, UDF ചെയർമാൻ ബാബു മാത്യു എന്നിവരുടെ രാഷ്ട്രീയ തട്ടകമായ തലവൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് LDFനും UDFനും അഭിമാന പോരാട്ടമായിരുന്നു. രാവിലെ 8-ന് ആരംഭിച്ച വോട്ടെടുപ്പ് 5 മണിയോടെ അവസാനിച്ചു. ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലജയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റി. വൻ പോലീസ് സംരക്ഷണയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പാണ്ടിത്തിട്ട NSS കരയോഗ മന്ദിരത്തിൽ 77% പോളിംഗും പാണ്ടിത്തിട്ട സർക്കാർ LPSൽ 72% പോളിംഗും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വനത്തിലെ തൊഴിലുറപ്പ് ജോലികൾ സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ജോലി നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൺ അണ്ടൂർ പച്ചയിലെ ജോലിയാണ് നിർത്തിവെച്ചത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഇടമൺ 10ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി നിർത്തിവെച്ച് തങ്ങളുടെ പ്രതിഷേധം ജനപ്രതിനിധികളെ അറിയിച്ചത്. അണ്ടൂർ പച്ച വനത്തിലെ കൊടുംകാട് നീക്കം ചെയ്ത് തട്ടുതിരിക്കാനാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി 4 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും ധാരാളമുള്ള പ്രദേശത്ത് വേണ്ടത്ര സുരക്ഷയില്ലാത്തതിനാൽ ജോലി തുടരാനാവില്ലെന്ന് തൊഴിലാളികൾ അറിയിക്കുകയായിരുന്നു. തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷ ഒരുക്കിയ ശേഷമേ തുടർന്നുള്ള പണികൾ അനുവദിക്കുകയുള്ളൂ എന്ന് സ്ഥലം സന്ദർശിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ പറഞ്ഞു. പാവപ്പെട്ട സ്ത്രീകളും അമ്മമാരും അടങ്ങുന്ന അച്ഛന്മാരും അടങ്ങുന്ന ആളുകളെ ഇതിൽ വളരെ ക്രൂരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിയോഗിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അവരുടെ പരാതി അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെ വന്ന് ഈ തൊഴിലുറപ്പിൻ്റെ ചാർജുള്ള ജോയിന്റ് BDOയുമായി സംസാരിച്ചു. ജോയിന്റ് BDO പറഞ്ഞത് അവർക്കിഷ്ടമുള്ള, അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രദേശം പണി ചെയ്താൽ മതിയെന്നാണ്. പക്ഷേ പഞ്ചായത്തിലെ
ഇല്ലാത്ത സാഹചര്യത്തിൽ ഓവർസിയർ വന്നിട്ട് ഇവിടെ വളരെ നിർബന്ധപൂർവം അവര് ഇങ്ങനെ പണിതാൻ പറ്റൂല, ആനയുണ്ടെങ്കിലും പുലിയുണ്ടെങ്കിലും അവര് ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യം വളരെ ഭംഗിയായി ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ വെട്ടി വൃത്തിയാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ഈ സ്ഥലത്തെ അൽക്കേഷ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പദ്ധതി അശാസ്ത്രീയമാണ്. ഇത് പുനഃപരിശോധിക്കണം. ഇത് പുനഃപരിശോധിച്ച് ഇവിടുത്തെ പാവങ്ങളായ സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പദ്ധതി അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. എന്നാൽ പഞ്ചായത്ത് തയ്യാറാക്കിയ പദ്ധതി അശാസ്ത്രീയമാണെന്നും തൊഴിലാളികളെ ജീവൻ പണയം വെച്ച് തൊഴിൽ ചെയ്യാൻ അനുവദിക്കില്ലെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ ജോസഫ് പറഞ്ഞു. തെന്മല പഞ്ചായത്തിലെ 10ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അത് അശാസ്ത്രീയമായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്താണ് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. ഇവിടെ അക്കേഷ്യ തോട്ടത്തിനിടയ്ക്ക് ഉള്ള കാടെടുക്കുക മാത്രമല്ല, അതിന്റെ പ്ലാറ്റ്ഫോം വെട്ടി എന്ന പണിയോട് ചേർത്ത് ഈ പെരുങ്കാട്ടുകളിൽ ഈ സ്ത്രീകളെ കയറ്റിവിടുന്ന ഒരു നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടുന്ന ഭൗതിക സൗകര്യങ്ങളൊന്നും പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടുന്ന ഗ്ലൗസോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതെ കാട്ടിൽ സ്ത്രീകളെ കയറ്റിവിട്ട് ചെയ്യുന്ന പണി അവസാനിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ഉള്ള എസ്റ്റിമേറ്റ് എടുത്ത് ഈ പണി തുടരുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. താൽക്കാലികമായി ഈ പണി ഇവിടുത്തെ തൊഴിലാളികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി അശോക് കുമാർ, ഇടമൺ വികസന സമിതി ചെയർമാൻ ഇടമൺ സുമേഷ്, കേരള കോൺഗ്രസ് നേതാവ് ആർ സത്യൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് കശുവണ്ടി തൊഴിലാളികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കടയ്ക്കൽ കാഞ്ഞിരത്തമൂട്ടിലായിരുന്നു പ്രകടനം. കാഞ്ഞിരത്തുമൂട് തമ്പുരാൻ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. പാറക്കാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനിൽ സമാപിച്ചു. നിരവധി തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. പ്രദേശത്തെ CPM നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. മിനിമം വേതന വർധനവ് നടപ്പിലാക്കുക, പെൻഷൻ തുക പുതുക്കി നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം പുതുവലിനു സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനലൂർ കായംകുളം പ്രധാന പാതയിൽ പുതുവൽ ജംഗ്ഷന് സമീപത്താണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കടയ്ക്കാമൺ തേക്കാട്ടിൽ വീട്ടിൽ വെസിലി, പിറവന്തൂർ എലിക്കാട്ടൂർ നെല്ലിവിള വീട്ടിൽ സാബു തങ്കച്ചൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കടയ്ക്കാമണ്ണിൽ നിന്നും അടൂർ ഭാഗത്തേക്ക് പോയ ഇന്നോവ കാറും മാവേലിക്കരയിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് വന്ന ആൾട്ടോ കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇന്നോവ കാർ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇരു വാഹനങ്ങളും സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോട്ടയം വ്യാസ് സിവിൽ സർവീസ് അക്കാദമിയുടെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി. 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വർഷം 50 മണിക്കൂർ പരിശീലനമാണ് നൽകുക. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പുനലൂർ രൂപതാമെത്രാൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പരിശീലന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ സന്തോഷ് കെ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് കെ രാജു പരിശീലന ക്ലാസ്സിലേക്കുള്ള ആദ്യ രജിസ്ട്രേഷൻ നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സമാഹരിച്ച 300 കിലോഗ്രാം അരി ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ കുറ്റിക്കോണം പ്രോവിഡൻസ് ഹോമിന് കൈമാറി. സ്കൂൾ മാനേജർ ജേക്കബ് തോമസ് സ്വാഗതം പറഞ്ഞു. വ്യാസ് ചെയർമാൻ P രവീന്ദ്രൻ വിശിഷ്ട അതിഥിയായി. മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് S ജയസൂര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർ വസന്തരഞ്ജൻ, ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ S ശശിധരൻ, സ്കൂൾ ഡയറക്ടർമാരായ VS തോമസ്, അലക്സ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുവന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിക്ക് ധനസഹായം ലഭ്യമാക്കി. ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൌജന്യ ഉച്ചഭക്ഷണ പദ്ധതിയായ പാഥേയത്തിന് ധനസഹായം ലഭ്യമാക്കിയത്. ഇടവക വികാരി ജോൺസൺ ഡാനിയൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ഷാഹിർഷയ്ക്ക് തുക കൈമാറി. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 10 ദേവാലയത്തിൽ നടന്ന ചടങ്ങിലാണ് ധനസഹായം കൈമാറിയത്. ജൂബിലി ജനറൽ കൺവീനർ ഷിബു കൈമണ്ണിൽ, സെക്രട്ടറി CV തോമസ്, MG തോമസ്, ജെറി റെജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ ഐരക്കുഴി അജന്ത പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന സേന രൂപീകരണവും നടന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരും
എല്ലാ ജനങ്ങളും ഓരോ രീതിയിലുള്ള അപകട ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന രക്തത്തിന്റെ ഗ്രൂപ്പ് ഏത് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക ഏറ്റവും ജീവൻ രക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ APSC പോലുള്ള നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ ഒരു സംഘടന, ഒരു സംരംഭം APSC എന്ന് പറയുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ച് അത് ഏത് ഗ്രൂപ്പ്, A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ് ഇങ്ങനെയുള്ള ഏത് ഗ്രൂപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ആരെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻസിഡന്റിൽ അവർക്ക് വേണ്ടുന്ന ഇന്ന ഗ്രൂപ്പ് ബ്ലഡ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനും ആളുകളെ സഹായിക്കുന്നതിനും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഉതകുന്ന ഏറ്റവും മനുഷ്യ കാരുണ്യ പ്രവർത്തനമാണ്. കടക്കൽ KC ലാബിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്ലബ് പ്രസിഡന്റ് G ഗോപിനാഥൻ അധ്യക്ഷനായി. സെക്രട്ടറി മദൻലാൽ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി ജയറാം ഐരക്കുഴി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ, വാർഡ് മെമ്പർ സുജിത കൈലാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രഥമ കോമൺവെൽത്ത് പുരസ്കാരം തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചന്. പ്രാദേശിക ക്ലബ്ബ് ജില്ലാതലത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. നെഹ്റു യുവകേന്ദ്രയും തലവൂർ റിലയബിൾ എത്തിക്കൽ ക്ലബ്ബും സംയുക്തമായി ഏർപ്പെടുത്തിയ മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിനുള്ള പുരസ്കാരമാണ് വടകോട് മോനച്ചന് ലഭിക്കുക. ആഗസ്റ്റ് 15 നടക്കുന്ന അവാർഡുദാന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. KB ഗണേഷ് കുമാർ MLA അവാർഡുദാനം നിർവഹിക്കും. പത്തനാപുരം താലൂക്കിലെ മാതൃകാ വ്യവസായ സംരംഭകനുള്ള വ്യവസായ രത്ന പുരസ്കാരം സ്വീറ്റ് ഹോം ഇൻഡസ്ട്രീസ് ഉടമ K തോമസിന് ലഭിക്കും. ഗ്രാമപഞ്ചായത്തിലെ മികച്ച പഞ്ചായത്ത് മെമ്പർക്കുള്ള പ്രഥമ കോമൺവെൽത്ത് അവാർഡ് ബഹുമാന്യനായ തലവൂർ പഞ്ചായത്തിലെ വടകോട് അരിങ്ങട വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വടകോട് മോനച്ചനും അതുപോലെ തന്നെ മാതൃകാ സംരംഭകനുള്ള പ്രഥമ വ്യവസായ രത്ന പുരസ്കാരം ശ്രീ തോമസിനും നൽകുന്നതായി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. മനോജ് സുമംഗലി, DP ശ്രീകുമാർ, T ജോർജ്, അനീഷ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോൺഗ്രസ് പത്തനാപുരം മണ്ഡലത്തിലെ ബൂത്ത് കമ്മിറ്റി യോഗങ്ങൾ വിജയമാണെന്ന് ബ്ലോക്ക് ഭാരവാഹികൾ. പത്തനാപുരം, തലവൂർ ബ്ലോക്കുകളിലെ ബൂത്ത് യോഗങ്ങൾ പൂർത്തിയായി വരികയാണ്. KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി ബൂത്ത് യോഗങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പത്തനാപുരം, തലവൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ബൂത്ത് യോഗങ്ങൾ സംഘടിപ്പിച്ചത്. പത്തനാപുരം ചേലക്കോട് 34 നമ്പർ അംഗൻവാടിയിൽ നടന്ന ബൂത്ത് കമ്മിറ്റി യോഗം KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പെന്ന് CR നജീബ് പറഞ്ഞു. ബൂത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ചേലക്കോടിലെ 34 നമ്പർ ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ യോഗം ഇവിടെ ചേർന്നത്. മതേതര ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നതിനു വേണ്ടിയും വിഘടനവാദികൾക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഉണർന്നെഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മുടെ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. BJP അധികാരത്തിൽ വന്നു. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. നമ്മുടെ രാജ്യത്തുണ്ടായ ഭരണമാറ്റം മൂലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെയേറെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന വിധത്തിലുള്ള സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൈനംദിനം പെട്രോളിന്റെ വിലക്കയറ്റം കൂടി, അരിയുടെ അടക്കമുള്ള വിലക്കയറ്റം വർദ്ധിച്ചു വരുന്നു. നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുന്നതിന് വേണ്ടി BJPയുടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് മാറിയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തൊരു വലിയ മാറ്റം ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കുന്നതിന് രാഹുൽ ഗാന്ധി കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, നമ്മുടെ വർഗീയ പിന്തിരിപ്പ് പ്രസ്ഥാനം രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് കേരളത്തിലെ ബൂത്ത് തല കമ്മിറ്റികളുടെ പ്രാധാന്യം വളരെയേറെ വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M ഷേഖ് ഫരീദ് നടക്കുന്ന 34 നമ്പർ ബൂത്തിലും തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് J ഷാജഹാൻ വിളക്കുടി 109 നമ്പർ ബൂത്തിലും യോഗങ്ങൾക്ക് നേതൃത്വം നൽകി. UDF ചെയർമാൻ ബാബു മാത്യു, DKTF ജില്ലാ ജനറൽ സെക്രട്ടറി ലാലുമോൻ, O പൊന്നച്ചൻ, TM ബിജു, വടകോട് മോനച്ചൻ, U രാധാമോഹൻ, കുന്നിക്കോട് ഷാജഹാൻ എന്നിവർ വിവിധ ബൂത്ത് കമ്മിറ്റി യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. AITUC മേഖലാ സമ്മേളനം പുനലൂരിൽ നടന്നു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KS ഇന്ദുശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഞായറാഴ്ച രാവിലെ 10 നടന്ന സമ്മേളനത്തിൽ മണ്ഡലം കോർഡിനേറ്റർ ജോബോയി പെരേര പതാക ഉയർത്തി. ലോഡിംഗ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ഇന്ദുശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം പ്രസിഡന്റ് എച്ച് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ VP ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം EK റോസ്ചന്ദ്രൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം N ഗോപിനാഥപിള്ള, അച്ചൻകോവിൽ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ സംസ്കൃത ദിനം ആചരിച്ചു. സംസ്കൃത ഭാഷയിലുള്ള അസംബ്ലിയോടെയാണ് സ്കൂളിലെ ദിനാചരണ പരിപാടികൾ തുടങ്ങിയത്. പൂർണ്ണമായും സംസ്കൃത ഭാഷയിലായിരുന്നു അസംബ്ലി നടന്നത്. തുടർന്ന് നടന്ന പ്രദർശനം താലൂക്ക് സമാജം ഡയറക്ടർ ബോർഡ് അംഗം K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ സംസ്കൃത അധ്യാപിക S അശ്വതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ HM ഡോക്ടർ ഐഷ ബീവി മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂടൽ സ്വദേശിയായ വിമുക്ത ഭടനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. കോന്നി സ്വദേശി പീലി രാജൻ എന്ന ശിവാനന്ദനാണ് പിടിയിലായത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്ന് പോലീസ്. പത്തനാപുരം പുതുവലിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. തെന്മലയിൽ വനത്തിലെ തൊഴിലുറപ്പ് ജോലികൾ സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ജോലി നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.